നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലാറ്റിൽ കയറി നഗ്നതാ പ്രദർശനം നടത്തിയ ഡെലിവറി ബോയ് പോലീസ് പിടിയിലെന്നാണ് പറയുന്നത്. പോലീസിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആളെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമില്ല. കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഇത് ഇവിടെ നിന്നല്ല നടക്കുന്നത്, ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ ഒരു ഡെലിവറി ബോയ് ഒരു യുവതി ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടെ യുവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. പക്ഷേ അപ്പോൾ ആ സമയത്ത് യുവതി മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ ഡെലിവറി ബോയെ എന്തോ ഒരു ഡെലിവറിക്ക് പറഞ്ഞു അയച്ചു. അപ്പം വിളിച്ചിരുന്നു, കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം ഡെലിവറി ബോയ് കൊണ്ടുതരാമെന്ന് പറഞ്ഞു, ഡെലിവറി കൊണ്ടു കൊടുക്കാമെന്ന് ഏറ്റു. അങ്ങനെ ഫ്ലാറ്റിൽ കയറിയ സമയത്ത് ഇവരോട് ബാത്റൂം ആവശ്യപ്പെട്ടു. ബാത്റൂമിൽ കയറി എന്ന് പറയുന്നു, പക്ഷേ വാർത്ത പറയുന്ന ബാത്റൂമിൽ കയറിയിട്ടില്ല. ബാത്റൂം നൽകാത്തതിൻ്റെ പേരിൽ അവിടുന്ന് സ്വയംഭോഗം ചെയ്തെന്നോ നഗ്നതാ പ്രദർശനം ചെയ്തെന്നൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ടി.കെ. രാജീവൻ വിശദാംശങ്ങളുമായി ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. രാജീവൻ, ഡെലിവറി ബോയ് ഒരു സഹായം ചോദിക്കുന്നു, വാഷ്റൂം ഉപയോഗിക്കണമെന്ന്. ആ യുവതി അതിന് അനുമതി നൽകുന്നു. പക്ഷെ അയാൾ ആ അവസരം ചൂഷണം ചെയ്യുന്നു, ലൈംഗിക അതിക്രമം നടത്തുന്നു. അവരത് ദൃശ്യങ്ങൾ സഹിതം റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തു വന്നു. ഇവരെ എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്ന അന്വേഷണങ്ങൾ? ബംഗളൂരു മാറാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഡെലിവറി ബോയ് ഒരു സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി യുവതിയുടെ വീട്ടിലെത്തിയതായിരുന്നു. ഈ സമയം യുവതി തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വാഷ്റൂം അനുവദിക്കാൻ ഇയാൾ അനുവാദം ചോദിച്ചു എങ്കിലും യുവതി നൽകിയില്ല. കാരണം താൻ വീട്ടിൽ തനിച്ചാണ് എന്നുള്ള കാരണം പറഞ്ഞാണ് യുവതി അനുമതി നിഷേധിച്ചത്. ഇതിന് പിന്നാലെ ഇയാൾ വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറി വാഷ്റൂം ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഈ നഗ്നതാ പ്രദർശനം നടത്തിയത്. ഈ സംഭവം യുവതി വീഡിയോ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചിത്രീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് യുവതി ഇത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ബംഗളൂരു പോലീസ് എന്തായാലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. യുവാവിനെ കണ്ടെത്തി ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ വിശദീകരണം കൂടി തേടിയ ശേഷം ഇക്കാര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. PG. ശരി രാജീവൻ. തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിനോട് അവിടുത്തെ പണി ചെയ്യുന്നൊരു പ്രദേശത്ത് വന്ന ഒരു മലയാളി പറയുന്നൊരു കാര്യമുണ്ട്. നൂറുകണക്കിന് മലയാളികൾ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ജീവിച്ചു പോവാണ്, നിന്നെപ്പോലുള്ളവൻ വന്ന് ഞങ്ങളുടെ ഉപജീവനം കൂടെ തകർക്കരുതെന്ന് പറഞ്ഞതുപോലെ എത്രയോ നൂറുകണക്കിന് കണ്ടല്ലോ സംഭവം. ആ യുവതി അപ്പം തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവൻ എന്തോ ചെയ്തവിടെ സ്വയംഭോഗം ചെയ്യാനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നുള്ള അറിയില്ല. ട്രൗസറൊക്കെ ഊരി ഈ പുള്ളിക്കാരൻ പണി ഒപ്പിച്ച സമയത്ത് ഇവർ വീഡിയോ പിടിച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ ട്രൗസറിൻ്റെ ഉള്ളിക്കായി ലിംഗമൊക്കെ എടുത്ത് ഉള്ളിക്ക് മടക്കി ചുരുട്ടി ഇട്ടിട്ട് ഓട്ടോ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെ നാറികളൊന്നും ഫ്ലാറ്റിൽ കയറ്റാൻ പറ്റത്തില്ലെന്നേ. ഇത് കേരളത്തിലുണ്ട് ഇതുപോലുള്ള ഡെലിവറി ബോയ്കൾ. കാരണം ഇവനൊക്കെ ഫ്ലാറ്റിൽ വരുമ്പോൾ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് പേടിയാണ്, ഇവനൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആളുകളാണെന്നുള്ള അറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ്റെ സാധനം പൈപ്പൊക്കെ ചുരുട്ടിട്ടേ ട്രൗസറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒറ്റ ഓട്ടമാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്ന രംഗമൊക്കെ യുവതി പിടിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ? എന്തായാലും പോലീസിന് ഇപ്പോൾ അത് വലിയൊരു തെളിവായിട്ടുണ്ട്. എന്തായാലും ഇവരെ വിശദമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് പറയുന്നത്, മനസ്സിലായല്ലോ? കാരണം ഇങ്ങനത്തെ നാറികളൊന്നും ഡെലിവറി ബോയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഡെലിവറി ബോയ് എന്ന് പറഞ്ഞാൽ പൊതുവെ കള്ളും കഞ്ചാവും പെണ്ണുപിടിയും മറ്റേ ഇവനൊക്കെ ഏത് സ്വഭാവം ഉള്ളതറിയില്ല. ഇവർക്ക് കുറേ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, കൊറിയർ ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടീമുണ്ട്. ഇങ്ങനെ എല്ലാ ഫ്ലാറ്റുകളിലും കാണാം അതിങ്ങനെ വരുന്നത്. ചില ഫ്ലാറ്റുകളിലൊക്കെ യുവതികൾ ഒറ്റയ്ക്കാവും, അവിടെ ചെന്നിട്ടൊക്കെ ആവും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നത്. കാരണം ഇവനൊക്കെ ഫ്ലാറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റികൾക്ക് തലവേയ. ഇവൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫ്ലാറ്റുകാർ വിളിച്ചിട്ട് സെക്യൂരിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നീ കണ്ടില്ല അയാൾ കയറിയത്? അയാൾ കണ്ടു. അയാൾ ഡെലിവറി ചെയ്യാനായിട്ട് അയാളെ കൊടുത്തു വിടണ്ടേ? അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റുകാർ പുറത്തിറങ്ങി വന്ന് വാങ്ങണം. അത് ചെയ്യത്തില്ല. ഇപ്പോൾ രാത്രി ചിലപ്പോൾ 10 മണി 11 മണിക്ക് ആയിക്കഴിഞ്ഞാൽ ചില ഫ്ലാറ്റുകളിലൊന്നും, എറണാകുളത്തുള്ള ചില ഫ്ലാറ്റുകളിലേക്കൊന്നും ഈ ഡെലിവറി ബോയ്കളെ കയറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചവരെയൊന്നും കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇവന് എന്തെങ്കിലും വില കഞ്ചാവിലോ കള്ളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സൊക്കെ വെച്ചിട്ടാവും ചിലപ്പോൾ വരുന്നത്. ഇവൻ ഏത് രീതിയിലാണ് ഫ്ലാറ്റിൽ പോയി പെരുമാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കുറ്റം പെരുമാറുക സെക്യൂരിറ്റിക്ക്. നീ കയറ്റി വിട്ടിട്ടല്ലേ അവൻ ഫ്ലാറ്റിൽ കയറിയത്? അപ്പോൾ ഇപ്പോൾ അങ്ങനെ തീരുമാനമായി. അത് ഫ്ലാറ്റിലെ ചില കെയർടേക്കർമാർ വരെ പറയുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റികളുടെ സ്വന്തം ഒരു തീരുമാനം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കയറ്റാതിരിക്കുക. ചിലടത്ത് 11 മണി വരെ അലൗഡ് ഉണ്ടെന്ന് പറയുന്നു ഈ ഡെലിവറി ബോയ്ക്ക്. ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് കഴിഞ്ഞാൽ കയറ്റരുത്.
11 മണിയല്ല, ശരിക്കും 10 മണിക്ക് 9 മണി ആകുമ്പോൾ ശരിക്കും ക്ലോസ് ചെയ്യണം. ഇവനൊന്ന് പുറത്ത് കയറ്റി പിന്നെ ഫ്ലാറ്റിൽ നിന്നുള്ള ഇറങ്ങി വന്ന് വാങ്ങിക്കട്ടെ. ഫ്ലാറ്റിലുള്ളവർ ലേശം നടക്കണമെന്നേ ഉള്ളൂ, കുറച്ച് നടന്നാലും കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ജീവന് സുരക്ഷയാണ്. ഫ്ലാറ്റിൽ കയറുമ്പോഴാണല്ലോ ഈ പല അസുഖങ്ങളും ഉണ്ടാകുന്നത്, പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ. എന്തായാലും പുള്ളിക്കാരൻ നഗ്നത പ്രദർശനം നടത്താൻ നോക്കി, പക്ഷേ എന്തായാലും അവിടെ ചെന്നപ്പം അവർ വേഗം വീഡിയോ പിടിച്ചു. ശരിക്കും ഇവനെ വിലവായിട്ട് പിടിച്ച് 4 കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ അവരാ പെണ്ണുങ്ങൾ വീഡിയോ പിടിക്കാൻ പോകണം, ഇവരെ പിടിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പോകണം. അത് രണ്ടും കൂടി നടക്കത്തില്ല. വീഡിയോ തെളിവ് പോകണമല്ലോ, പോലീസിൻ്റെ മുന്നിലൊരു തെളിവ് പോകണം. അതിലാണ് വീഡിയോ പിടിച്ചത്. ഈ മേലെ ഇവൻ്റെ ഈ ലിംഗം എവിടെ പൊന്തുകയും ചെയ്തത്, ഇവൻ സ്വയംഭോഗം ചെയ്യുകയും നഗ്നത പ്രദർശനം നടത്തുകയും ചെയ്തത്. കാരണം അതുപോലുള്ള ഇടിക്കണം ഇവൻ്റെ സാധനം പൊന്തരുത്. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ, ബൈ.